ഹായ് ഹലോ എല്ലാവർക്കും റാണീസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ചക്ക എരിശ്ശേരിയാണ്. അതിന് വേണ്ടി കുറച്ച് ചക്ക ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെയെല്ലാം കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ചക്കയെല്ലാം കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ച് ചക്കക്കുരു കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു കുക്കർ വെച്ച് അതിലേക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചക്ക ഇട്ട് കൊടുക്കാം. ചക്കക്കുരു ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. മിക്സ് ചെയ്യാം. നമുക്കിത് അടച്ച് വെച്ച് 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. നമുക്കിത് റെഡിയായി നോക്കാം. ഇതിപ്പോൾ സ്റ്റീമൊക്കെ പോയിട്ടുണ്ട്. ഇതിപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. എരിശ്ശേരിയുടെ അരപ്പിന് വേണ്ട സാധനങ്ങൾ: 1 കപ്പ് തേങ്ങ, 3 അല്ലി വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1 പച്ചമുളക്, 1/4 ടീസ്പൂൺ നല്ല ജീരകം, കറിവേപ്പില. നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. അരപ്പ് ഞാൻ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഈ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറാൻ വേണ്ടി ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് കുക്ക് ചെയ്യാം. ഇതിപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്കൊന്ന് കുറച്ച് തേങ്ങ വറുത്തിടണം. പാൻ വെച്ച് ചൂടാവുമ്പം 1/2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഇവിടെ എടുത്തേക്കുന്നത്. ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഗോൾഡൻ കളർ ആവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പം ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് ഒന്ന് താളിച്ചൊഴിക്കണം. അപ്പോൾ അതിന് വേണ്ടി 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. രണ്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. നമ്മുടെ ചക്ക എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ സെർവിങ് ബൗളിലേക്ക് എടുക്കട്ടെ. ടേസ്റ്റി ആയിട്ടുള്ള ചക്ക എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. ബൈ.